ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ലവ് കിൽസ് എന്നാണ് സീരീസിന്റെ പേര്. നമ്മുടെ ഹക്കിം ഷാജഹാൻ ഒക്കെ അഭിനയിച്ച സീരീസ് ആണ്. സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. അടിപൊളി സീരീസ് കേട്ടോ, പെട്ട സീരീസ് ആണ്. അപ്പൊ ഈ അടുത്തായിട്ട് ഒരു OTTയിലൊന്നും മേജർ റിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കാണാനൊന്നുമില്ല. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു സൈക്കോപാത്തിന്റെ കഥ പറയുന്ന സീരീസ് എന്നൊക്കെ പണ്ട് കണ്ടു. സോ ഞാൻ കണ്ടു നോക്കി. അടിപൊളി സീരീസ് ആണ്. സോ ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഈ മറ്റേ പാട്ട്, ഡാൻസ്, കളേഴ്സ് ഒക്കെയാണ്. പക്ഷെ ഇന്ത്യക്ക് ഒരു ഡാർക്കർ സൈഡ് ഉണ്ട് പറഞ്ഞിട്ടാണ് ഈ സീരീസ് തുടങ്ങുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു മോക്യുമെന്ററി സ്റ്റൈൽ ക്രൈം ഡ്രാമ എന്ന് പറയാം. അങ്ങനെയാണ് ഈ സംഭവം എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് വരികയാണ്. ഒരു സൈക്കോപാത്ത് 4-5 കൊലപാതകം നടത്തിയിട്ടുണ്ട്. അത് സത്യമാണോ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ അത് ചെയ്തത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വരാം. അപ്പൊ ഇയാൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ റിയൽ ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കും. ഒരു ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ ആയിട്ട് കാണിക്കും. പക്ഷെ അങ്ങേര് കഥ പറയാൻ തുടങ്ങുമ്പോൾ അതിന്റെ സിനിമാറ്റിക് വേർഷൻ, ഇപ്പൊ ഹക്കിം ഷാജഹാൻ ആയിരിക്കും പിന്നീട് ഡ്രൈവർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. ഇവൺ ഒരു നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അവർ പിടിച്ചിരിക്കുന്നത്. പെട്ട സീരീസ് ആട്ടോ. അപ്പൊ ഈ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഒരു 3/4 മണിക്കൂറുള്ള ഒരു 6 എപ്പിസോഡ്, ഏകദേശം 3-4 മണിക്കൂറൊക്കെ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ 2 പിള്ളേർ തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇന്നേ ഒരു സീരീസ് കണ്ടതിൽ കോണ്ടം ഗ്ലൗസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിരിക്കുന്നത്, ക്രൈം നടത്താൻ വേണ്ടി. അതെന്തായാലും ഒരു പുതിയ അറിവായിരുന്നു. അപ്പൊ പിന്നെ ഈ പിള്ളേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പിന്നെ അതിന് പാരലായിട്ട് ഈ പെണ്ണടക്കം 4-5 പേരെ കൊന്നുണ്ട്. ഈ പയ്യനാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ പോലീസ് ഓഫീസറെ പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു സ്റ്റോറിയാണ് പറയാനുള്ളത്. ഈ പയ്യന്റെ അടുത്ത് ചോദിക്കുമ്പോൾ വേറൊരു സ്റ്റോറി പറയുന്നുണ്ട്. വേറൊരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വേറൊരു സ്റ്റോറി. അപ്പൊ ഇതിൽ ആര് പറയുന്നതാണ് സത്യം, ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ത്രില്ലിംഗ് വൈബ് കിട്ടുന്നുണ്ടാവും. അടിപൊളിയായിരുന്നു. ഒരു സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ പോലെ പല സ്ഥലത്തും തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കുറച്ച് ട്വിസ്റ്റും ടേൺസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹക്കിം ഷാജഹാനൊക്കെ ചെറിയ റോൾ തന്നെ ഉള്ളൂ, ആള് പടയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഈ സീരീസിൽ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതിന്റെ ഇടയിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാസ്റ്റ് സിസ്റ്റം, വുമൻസിന്റെ പ്രശ്നങ്ങൾ, അവരുടെ ഇമോഷൻസ്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് കണ്ടന്റ് ഉള്ള ഒരു സീരീസ് തന്നെ, തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ വുമൻസിന്റെ ഇമോഷൻസ്, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി മാത്രം സിനിമ സീരീസ് എടുത്തു വയ്ക്കും. അത് സൂപ്പർ ബോറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിന്റെ ഇടയിൽ കൊണ്ടുവരുമ്പോൾ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ റേറ്റഡ് സീരീസ് ആണ്. കുറച്ച് വയലൻസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇതിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവറി വൺ പട്ടേണം. അതിൽ ബേസിക്കലി ആ ചെറുക്കണ പെണ്ണും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീരീസ് ആയിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. ടുവേർഡ്സ് എൻഡ് ആകുമ്പോൾ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കാസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ബേസിക് ആയിട്ട് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ബ്ലാക്കും വൈറ്റും മാത്രമല്ല, എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. അതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. നല്ലൊരു സീരീസ് ആണ്. ഒരു മലയാളം അടക്കം എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. 6 എപ്പിസോഡ് ഉണ്ട്. ഓരോ എപ്പിസോഡും 3/4 മണിക്കൂറോളം ഉണ്ട്.